ട്രെയിനിങ് കഴിഞ്ഞിട്ട് സാറിന് പിന്നെ ക്ലിനിക്കിൽ പോവാനുള്ളതാ അല്ലേ സാറേ? അതെ അതെ. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ഗുഡ് മോർണിംഗ്. ഇന്ന് എല്ലാവർക്കും നമുക്ക് കുറച്ചു ദിവസം മുന്നേ വരെ എന്തൊരു ചൂടായിരുന്നു അല്ലേ? നല്ല ചൂട്, നമ്മളെല്ലാരും ചൂട് സഹിക്കാൻ വയ്യ. എല്ലാരും എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് AC വാങ്ങിച്ച് AC ഒക്കെ വെച്ച് അത്രയും ബുദ്ധിമുട്ടി നിന്നിരുന്ന ആ ഒരു പ്രകൃതിന്റെ മാറ്റം എത്ര പെട്ടെന്നാണ്. ഒന്നോ രണ്ടോ മഴ പെയ്തപ്പോ ആ ചൂടിനെയൊക്കെ നമ്മൾ മറന്നു. ഇപ്പൊ ഇവിടെയൊക്കെ ഇന്നലെ രാത്രിയും പകലൊക്കെ മഴയാണ്. ആ ചൂടിനെ നമ്മൾ പറ്റ മറന്ന് നമ്മൾ ഈ മഴേനെ ആക്സെപ്റ്റ് ചെയ്തു. നമുക്ക് ചൂട് പോയി, തണുപ്പായി. ഇങ്ങനെ തന്നെയാണ് നമ്മുടെ ലൈഫിലത്തെ കാര്യങ്ങളും. നമുക്ക് വളരെ വിഷമമുള്ള ഒരുപാട് സന്ദർഭങ്ങൾ വന്നാലും ഒരു കുറച്ച് സമയം എടുത്താലും അതൊക്കെ മാറി നമുക്ക് വീണ്ടും മഴ പോലെ നമ്മൾ തണുത്ത് കൂളായി നമുക്ക് എല്ലാ പ്രശ്നങ്ങളും മാറുന്നതാണ് പ്രകൃതിയുടെ ഓരോ കാര്യങ്ങൾ കൂടെ നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും പ്രശ്നങ്ങൾ വരും, സമയം എടുത്താലും അത് മാറും എന്നുള്ളത് മാത്രം മനസ്സിലാക്കുക. The meeting in connection with 7 AM Coffee Talk is hereby called to order. I invite Baby Sir to welcome the gathering. Sir, please. താങ്ക് യു മാം. 7 AM കോഫി ടോക്കില് ഇന്ന് സ്വാഗതം പറയാനായിട്ട് എന്നോട് പറഞ്ഞതിനും ഒത്തിരി നന്ദിയുണ്ട്. ഇന്ന് ദിവസം എത്തിച്ചേർന്ന ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനായിട്ട് എത്തിച്ചേർന്ന എല്ലാവർക്കും പ്രത്യേകം ഇന്ന് ചെയർ മനോജ് സാറ്, അതുപോലെ ഉസ്മാൻജി സാറ്, രേഖമാം, എല്ലാവരെയും പ്രത്യേകമായിട്ട് ഹാർദവമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകമായി ഇന്നത്തെ നമ്മുടെ സെഷൻസ് നയിക്കുന്നത് ഡോക്ടർ സാദക്കത്തുള്ള താഹിർ EK. ക്ഷമിക്കണം സാറേ, ആ പേരിന് അത്ര നീട്ടം വന്നപ്പോൾ തെറ്റിപ്പോയതാണ്. ഓക്കെ, അദ്ദേഹത്തിനെ പ്രത്യേകമായി ഹാർദവുമായി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഇന്ന് അദ്ദേഹം നമുക്ക് വേണ്ടി ചെയ്യുന്ന ക്ലാസ് ഡോപ്പമിൻ ഒരു സന്തോഷത്തിന്റെ ഹോർമോണാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതേ സന്തോഷം നമുക്കെല്ലാവർക്കും അടുത്ത സമയം ഉണ്ടാകട്ടെ. എത്തിച്ചേർന്ന എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ഒരു സെഷൻ ഈ അടുത്ത നിമിഷങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ബേബി സർ, താങ്ക് യു. ഞാനിന്ന് സാറേ, ഞാൻ രാവിലെ ഇപ്പൊ ഇങ്ങനെ ഓപ്പൺ ചെയ്തപ്പോഴാണ് ബേബി സാറിനെ കണ്ടത്, ഒരു വെൽക്കം പറയണമെന്ന് പറഞ്ഞത്. അപ്പൊ പെട്ടെന്ന് പറഞ്ഞ ഒരു വെൽക്കം ആണ്. നന്നായിട്ട് തന്നെ പറഞ്ഞു. താങ്ക് യു. നമുക്ക് നമ്മുടെ ട്രെയിനർക്ക് പോവാണെന്നുണ്ടെങ്കിൽ സോൺ 21-ലാണെങ്കിൽ ഞങ്ങൾ അടുത്തടുത്ത പ്രദേശത്തുള്ള ആളുകളാണ്. എപ്പോഴും എന്ത് പ്രോഗ്രാമിനും കാണുന്ന ആളുകളാണ്. അതിലുപരി എനിക്ക് ഇപ്പോ താഹിർ സാറായിട്ട് വേറൊരു ബന്ധം കൂടി ഉണ്ട്. നമ്മളുടെ ജെകോമിന്റെ വണ്ടൂരിന്റെ ട്രഷറർ ആയിട്ടുള്ള സുലൈമാൻ ഡോക്ടറെ മരുമകനും കൂടിയാണ് താഹിർ സാർ. അത് കഴിഞ്ഞ ദിവസമാണ് ഞാൻ അറിഞ്ഞത്. നമ്മുടെ സോൺ 21-ന്റെ സോൺ ഡയറക്ടർ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ആ ഒരു ഉത്തരവാദിത്വം കൂടി ഏറ്റെടുത്തിട്ട് വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു സോൺ ഡയറക്ടറും കൂടിയാണ് താഹിർ സാർ. ഇന്നത്തെ സെഷൻ ഡോപ്പമിൻ നമുക്കൊക്കെ അറിയാം, സന്തോഷമുള്ള വരുത്തുന്ന ഒരു ഹോർമോൺ. നമുക്കത് ഉണ്ടാകാനുള്ള മാർഗങ്ങളായിരിക്കും സാറ് പറഞ്ഞു തരാന്ന് ഞാൻ വിശ്വസിക്കുന്നു. സർ, ദ ഫ്ലോർ ഈസ് യുവേഴ്സ്. Thank you, respected chairman and all the dignitaries and participants. Good morning to all. ഒരുപാട് പ്രാവശ്യം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുണ്ട്. വീണ്ടും വീണ്ടും എന്നെ പരിഗണിച്ചതിനും ക്ഷണിച്ചതിനും ആദ്യമായി നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഇത്രയും ദിവസമായി ഇത് കൊണ്ടുപോകുക എന്നുള്ളത് വളരെ, ഞാൻ എല്ലാ പ്രാവശ്യം പറയാറുണ്ട്, വളരെ എഫേർട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് നിങ്ങളുടെ ആ ഒരു പ്രവൃത്തിയെ ഇത്രയും ദിവസം ഇത് മുടങ്ങാതെ ഏകദേശം 1000 ദിവസത്തിനോട് അടുത്ത് വന്നു. ഇത്രയും ദിവസം ഇത് മുടങ്ങാതെ പോകുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അതുപോലെ തന്നെ സ്ഥിരമായി വരുന്ന ഇതിലുള്ള പാർട്ടിസിപ്പൻസ്, എനിക്ക് തോന്നുന്നു എല്ലാവരും എല്ലാ ദിവസവും ഒരേ പാർട്ടിസിപ്പൻസ് ആണ് തോന്നിപ്പോ. അവര് എല്ലാവരെയും ഈ ഒരു അവസരത്തിൽ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഡോപ്പമൈൻ ഡീടോക്സ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഡോപ്പമൈനെ കുറിച്ച് സന്തോഷമുള്ള ഹോർമോണാണ്, സന്തോഷം തരുന്ന ഹോർമോണാണ്, നമുക്കത് വേണം എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത്.
പക്ഷെ ഇത് വലിയൊരു നമ്മൾ വളരെ നിസ്സാരമായി കാണുന്ന പല കാര്യങ്ങളിലും ഡോപ്പമിൻ എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്, നമ്മുടെ ലൈഫിൽ എത്രത്തോളം വലിയ പ്രശ്നങ്ങൾ ഈ ഡോപ്പമിൻ കാരണം ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ ഈ ഡോപ്പമൈൻ കാരണം ഉണ്ടാക്കുന്നുണ്ട്. എങ്ങനെ നമുക്ക് ഈ ഡോപ്പമൈനെ കൺട്രോൾ ചെയ്യാം, നമുക്ക് പോസിറ്റീവായിട്ട് നമ്മുടെ ലൈഫിൽ നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്ന രീതിയിൽ എങ്ങനെ ഈ ഡോപ്പമൈനെ പ്രവർത്തിപ്പിക്കാം എന്നുള്ള കുറച്ച് കാര്യം പക്ഷെ നിങ്ങൾക്ക് അറിയുന്നതായിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, എന്നാലും അത് നമുക്ക് അറിയുന്നതാണെങ്കിലും ഒന്ന് കുറച്ച് നേരം നമുക്കത് മനസ്സിൽ ഒന്നും കൂടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കും എന്നുള്ളതാണ്. ആദ്യമായിട്ട് തന്നെ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നമ്മുടെ ഫോണ് ഒരു ബാറ്ററി ഒരു 5 സെക്കൻഡ് അല്ല 5% ഇനി ചാർജ് ഉള്ളൂ എന്നുള്ള ആ സിഗ്നൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എന്താണ് സാധാരണ ചെയ്യുക? ഒരു സംശയമില്ല, നമ്മളത് പെട്ടെന്ന് സബ്മിറ്റ് ചെയ്യും അല്ലേ? അത് നോട്ടിഫിക്കേഷൻ വരുന്ന ആ ഒരു സമയം തന്നെ നമ്മൾ ചാർജ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ഫോൺ ഓഫ് ആയി പോകും. അതേപോലെ നമ്മുടെ ബ്രെയിൻ നമ്മൾ ഒരുപാട് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുകയാണ്, പല രീതിയിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിന് ഒരു ചാർജിങ് അല്ലെങ്കിൽ ഒരു റീചാർജിങ് നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ആദ്യമായി നിങ്ങളുടെ മൈൻഡിൽ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇട്ടുതരിക. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങളുടെ ബ്രെയിന് നമ്മൾ രാവിലെ മുതൽ ഉറങ്ങുന്നത് വരെ ഒരുപാട് ആക്ടിവിറ്റി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിന്റെ ഇടയിൽ നമ്മൾ ആ ഒരു ബ്രെയിനിൽ എത്രത്തോളം റീചാർജിങ് നമ്മൾ ചെയ്യുന്നുണ്ട് എന്ന കാര്യം ഒന്ന് മൈൻഡിൽ ഒന്ന് എന്ത് ചെയ്യാം, ഒന്ന് ചിന്തിച്ചു നോക്കുക. നമുക്ക് ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളാണ്, സാധാരണ വരുന്ന പ്രശ്നങ്ങളാണ്. നമ്മൾ ഒരു ജോലിയൊന്നും ചെയ്യാതെ ഇത് ശ്രദ്ധിച്ച് കേൾക്കുക. അത് എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രശ്നമായിരിക്കും, നിങ്ങൾക്ക് അനുഭവപ്പെട്ടുണ്ടാവും. ജോലി ഒന്നും ചെയ്യാതെ നമുക്കൊരു ടയേർഡ് ഫീൽ വരും ചില സമയത്ത്. ഇങ്ങനെ വരുന്ന എത്ര പേരുണ്ട് ഇതിൽ? ഒന്ന് പറയാൻ പറ്റും? പ്രത്യേകിച്ച് ജോലി ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ ഭയങ്കര ക്ഷീണമായിരിക്കും എപ്പോഴും. ടയേർഡ്നെസ് വിത്തൗട്ട് ഹാർഡ് വർക്ക്. ജോലി ഇല്ലെങ്കിലാണ് ക്ഷീണം സാറേ. ജോലി ഇല്ലെങ്കിൽ ഭയങ്കര ക്ഷീണ ചെയ്യാക്കുമ്പേ. ആ ആംഗിളിൽ ഞാൻ ഉദ്ദേശിച്ചത്, നമ്മള് ജോലി മീൻസ് നമ്മൾ ഹാർഡ് വർക്ക് ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ ഭയങ്കര ഫിസിക്കൽ ടയർഡ്നെസ് ഫീൽ ചെയ്യും. അങ്ങനെ ഉണ്ടാവാറുണ്ട്. നമ്മളൊക്കെ ക്ഷീണം തോന്നാറില്ലേ? ഓക്കെ. മറ്റേത് ജോലി ഇല്ലെങ്കിൽ എല്ലാവർക്കും ക്ഷീണമാണ്, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. പിന്നെ അതുപോലെ തന്നെ സ്റ്റുഡൻസിന്, കുട്ടികൾ ഇതിലുണ്ടാവില്ല, പഠിക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നുണ്ട്, പക്ഷെ പഠിക്കാൻ അവർക്കൊരു ഫോക്കസ് ഒന്നും കിട്ടാത്ത സിറ്റുവേഷൻ വരും. പെട്ടെന്ന് ഇമോഷണലി, പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഇമോഷണലി നമ്മളൊരു വീക്ക്നെസ്, നമുക്കൊരു വെറുതെ ഒരു ടെൻഷൻ, വെറുതെ ഒരു വിഷമം, എന്താ കാരണം എന്ന് ചോദിച്ചാൽ നമുക്കൊന്നും പറയാനൊന്നുണ്ടാവില്ല. ഇത്തരം സിറ്റുവേഷനും നമുക്ക് ഉണ്ടായിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ റിലേഷൻഷിപ്പിലൊക്കെ വെറുതെ പ്രശ്നമില്ലാത്ത പ്രശ്നങ്ങൾ, അതിൽ വീക്ക്നെസ് ഉണ്ടാവാം. നമുക്ക് പല സമയങ്ങളിലും പെട്ടെന്ന് ക്ഷമയില്ലാത്തൊരു സിറ്റുവേഷൻ നമ്മളൊരു ചിന്തിക്കും, ഇത് റിയാക്ട് ചെയ്യേണ്ടില്ലായിരുന്നു. നമുക്ക് നമ്മുടെ പേഷ്യൻസ് ലോസ് ചെയ്യുന്ന സിറ്റുവേഷൻ നമുക്ക് എന്തോന്ന് എഴുതിയിട്ടുണ്ട്, ഞാൻ വായിക്കാൻ പറ്റില്ല. ഓക്കെ, ലാസ്റ്റ് നോക്കാം. അപ്പോ നമ്മൾ ചുരുക്കി പറഞ്ഞാല് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരുവിധം എല്ലാവർക്കും ഇതിൽ 1-2 പ്രശ്നങ്ങൾ നിലവിൽ അനുഭവിച്ച് കൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും. കാരണം നമ്മൾ എല്ലാവരും ഓവർ സ്റ്റിമുലേറ്റഡ് ആണ് ഇപ്പോൾ ഉള്ളത്. ഓവർ സ്റ്റിമുലേറ്റഡ്, നമ്മുടെ ബ്രെയിൻ ഓവറായിട്ട് അഗൈൻ ആൻഡ് അഗൈൻ സ്റ്റിമുലേറ്റഡ് ആയിട്ട് ഇതിന്റെ ഫലമായിട്ട് സത്യം പറഞ്ഞാൽ നമ്മൾ ബ്രെയിൻ വളരെ വീക്ക് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ പൊതുവെ എല്ലാവരുടെയും ലൈഫിൽ അങ്ങനെയാണ് സംഭവിക്കുക. നമ്മൾ രാവിലെ തന്നെ, നിങ്ങൾ എല്ലാവരും ചെയ്യുന്നൊരു തെറ്റാണ്, രാവിലെ തന്നെ എണീറ്റ ഉടനെ നമ്മൾ ചെയ്യുന്ന കാര്യം എന്തായിരിക്കും? അധിക പേരും ചെയ്യുന്നത്, നമ്മുടെ ഇപ്പൊ അലാറം വെച്ച ആളാണെങ്കിൽ അലാറം ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോൺ എടുക്കും. അല്ലെങ്കിൽ അലാറം ഇല്ലാതെ നമ്മൾ എണീറ്റതാണെങ്കിലും നമ്മൾ ആദ്യം
ഒരുവിധ ആളുകളൊക്കെ തപ്പുന്നത് ഫോണായിരിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും ജസ്റ്റ് ഒന്ന് ഫോൺ നോക്കാം, ഇമ്പോർട്ടൻസ് എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടോ, ആരെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടോ, ആരെങ്കിലും ഫോൺ വിളിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും മിസ് കോൾ ഉണ്ടോ, ഇത്തരം കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് നോക്കുന്ന ഉദ്ദേശത്തിലായിരിക്കും നമ്മൾ ആ ഫോൺ എടുക്കുക. പക്ഷെ അതിന്റെ ഇടയിൽ ഒരു റീല് കാണും. ഒരു റീല് കാണുമ്പോൾ അത് ജസ്റ്റ് ഒന്ന് നമ്മൾ സ്ക്രോൾ ചെയ്ത് നോക്കും, അടുത്ത റീൽ എന്താ നോക്കാൻ. അപ്പൊ ഒരു വേറൊരു റീല് കാണും, പിന്നെ അത് ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത റീലായിരിക്കും. അപ്പോൾ നമ്മൾ വീണ്ടും ഒന്ന് സ്ക്രോൾ ചെയ്യും. അപ്പൊ വളരെ തമാശയുള്ള, വളരെ ഫണ്ണി ആയിട്ടുള്ള റീലൊക്കെ നമ്മൾ കാണാം. അപ്പൊ നമ്മൾ കുറച്ചു നേരം ആ റീലിൽ ഒന്ന് നമ്മൾ എൻജോയ് ചെയ്യും. പിന്നെ സ്ക്രോൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു പെട്ടെന്ന് ന്യൂസ് ആയിരിക്കും. പിന്നെ സ്ക്രോൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും നമ്മുടെ ക്രിക്കറ്റോ ഫുട്ബോളോ അതുമായി ബന്ധപ്പെട്ട നമുക്ക് ഇഷ്ടപ്പെട്ട താല്പര്യമുള്ള എന്തെങ്കിലും വിഷയത്തിൽ എന്തെങ്കിലും ന്യൂസോ അല്ലെങ്കിൽ അതിന്റെ ക്ലിപ്സ് ആയിരിക്കും. പിന്നെ ഒന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും മോട്ടിവേഷൻ. അങ്ങനെ നമ്മൾ സ്ക്രോൾ ചെയ്ത് അലാറം ഓഫ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ആയ എന്തെങ്കിലും മൊബൈൽ നോക്കുവാൻ വേണ്ടി രാവിലെ എണീറ്റ് ഉടനെ എടുക്കുന്ന ആ ഒരു ഫോൺ, 5 മിനിറ്റിന് വേണ്ടി എടുത്ത ഫോൺ നമ്മളൊരു 45 മിനിറ്റ്, 1 മണിക്കൂർ പക്ഷേ ആ ബെഡിലിരുന്ന് നമ്മൾ മൊബൈൽ സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ചെയ്യുന്ന എത്ര പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ? നമ്മളൊക്കെ ഇത് ചെയ്യാറില്ലേ? അപ്പൊ ഇവിടെ സംഭവിക്കുന്നത്, നമ്മുടെ ഒരു ദിവസം തുടങ്ങുമ്പോൾ തന്നെ അവിടെ ഡിസ്ട്രാക്ഷൻ സംഭവിക്കുക. ഈ ഒറ്റ ആക്ടിവിറ്റി കാരണം നമുക്ക് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് നമുക്ക് അതിലേക്ക് വരാം. അപ്പൊ ഇത് നമ്മൾ റിയൽ ലൈഫിൽ സംഭവിക്കുന്ന ഒരു വലിയൊരു പ്രശ്നമാണ്. നമ്മൾ രാവിലെ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ബ്രെയിൻ അവിടെ ഡിസ്ട്രാക്ഷൻ ആയി, ബ്രെയിൻ അവിടെ ഓവർ സ്റ്റിമുലേറ്റഡ് ആയി. ഓവറാണ്. നമ്മൾ ഈ 45 മിനിറ്റിന്റെ അടിയിൽ എത്ര വിഷയങ്ങൾ, പല വിധത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ റീൽസിലൂടെ കണ്ടത്. അപ്പൊ ആ ദിവസം തുടങ്ങുമ്പോൾ തന്നെ ഡിസ്ട്രാക്ഷൻ സംഭവിക്കുന്നു. അപ്പൊ ആ ദിവസത്തിന്റെ തുടക്കം എങ്ങനെയാണോ അതുപോലെ തന്നെ ആയിരിക്കും ആ ഒരു ദിവസം മുഴുവനായിട്ട് നമുക്ക് ഉണ്ടാവും. ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കും. കാരണം നമ്മുടെ ബ്രെയിന് ഓൾറെഡി ഓവർ സ്റ്റിമുലേറ്റഡ് ആയി കഴിഞ്ഞു. പിന്നെ നമുക്ക് പേഷ്യൻസ് ഉണ്ടാവില്ല, അപ്പൊ ദേഷ്യം വരും. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ആ ദിവസത്തിൽ. അപ്പോ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത് പല ആളുകളുടെയും. നമുക്കിത് എല്ലാ ദിവസവും സംഭവിക്കുന്നത് കൊണ്ട് നമ്മൾ അതിനെ കുറിച്ച് കൂടുതലായിട്ട് അവെയർ അല്ലാത്തത് കൊണ്ട് നമുക്കത് പലപ്പോഴും നോർമൽ ആയിട്ടാണ് ഇത് ഫീൽ ചെയ്യുക. ഇതിലേക്ക് എന്ത് പ്രശ്നം, നമ്മൾ കുറച്ച് നേരം റീൽസ്, അത് നമുക്ക് താല്പര്യമുള്ള റീൽസ്, നമ്മളെ ഹാപ്പി സന്തോഷം കിട്ടുന്ന റീൽസ് ആയിരിക്കും, നമ്മൾ താല്പര്യമുള്ള വിഷയമായിരിക്കും, നമുക്ക് നോർമലായി തോന്നുമെങ്കിലും. സർ ഒരു കാര്യം സാർ, ഓഡിയോയിൽ എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട് സാർ, പ്ലീസ്. ഞാനതാ ചോദിച്ചത്. ഓഡിയോ ബുദ്ധിമുട്ടുണ്ട്. ഭയങ്കര കേൾക്കാൻ ബുദ്ധിമുട്ട്. ഇത് കേൾക്കുന്നില്ല. ഇടയ്ക്ക് കട്ടായി പോകണ്ട്. ഞാൻ ഇടയ്ക്ക് മുറിഞ്ഞു പോകുന്നുണ്ട്. ഞാൻ എനിക്ക് മാത്രമുള്ള വിചാരിച്ചുണ്ടാകുന്നതിന് മെസ്സേജ് ഇട്ട് എന്താ പ്രോബ്ലം എന്ന് വിചാരിച്ചു. ഇപ്പൊ ഓക്കെ ആണോ? ഹലോ, ഇപ്പൊ ഓക്കെയാണ്. ഇടയ്ക്ക് മുറിഞ്ഞു പോകണം, അതാ പ്രശ്നം. ഞാൻ എന്റെ പ്രശ്നം വിചാരിച്ചു ആദ്യം. നമുക്ക് കാണുന്നില്ല, നമുക്ക് നോക്കാം. നമുക്ക് ഓക്കെ ഉണ്ടെങ്കിൽ പറയണേ. ഹലോ, ഓക്കെ 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 അല്ലേ? ഓക്കെ സാർ, ഓക്കെ സാർ. അപ്പൊ നമ്മൾ പലതും നോർമലായി എന്ന് ചിന്തിക്കുന്ന കാര്യങ്ങള് സത്യത്തില് അത് ഇത്തരം ആക്ടിവിറ്റികൾ നമ്മുടെ ബ്രെയിനിനെ ഡാമേജ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ശരിക്കും ഡാമേജ് ചെയ്യുന്നുണ്ട്. അവിടെയാണ് ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിന്റെ പ്രസക്തി. എന്താണ് ശരിക്കും ഡോപ്പമിൻ ഒന്ന് ആരെങ്കിലും പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ. വാട്ട് ഈസ് ഡോപ്പമിൻ? ഡോപ്പമിൻ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്, ബ്രെയിനിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. വെരി ഗുഡ്, വേറെ? താങ്ക് യു. ഹാപ്പി ഹോർമോൺ അറിയപ്പെടുന്നത്. ഹാപ്പി ഹോർമോൺ എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, വേറെ? ഈ ഹാപ്പി ഹോർമോൺ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്താണ് തോന്നുക?
നമ്മളെ ഹാപ്പി ആക്കുന്നു, ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടി സഹായിക്കുന്നു എന്നാണ്. യെസ്. അപ്പൊ അങ്ങനെ അത് അത് വലിയൊരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാല് നമ്മൾ ഇതിന്റെ ഇപ്പോൾ ഡോപ്പമൈൻ 21-ാം നൂറ്റാണ്ടിൽ എല്ലാവർക്കും എല്ലാ സൗകര്യങ്ങളും വർദ്ധിച്ചു. അപ്പോൾ ഹാപ്പി പിന്നെ ഡോപ്പമൈൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ റിലീസ് ചെയ്യുന്ന ഒരു പിന്നെ ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ശരിക്കും. അപ്പൊ ഇതിനെ അതിന്റെ ഒരു വേറൊരു പേരാണ് ഫീൽ ഗുഡ് ഹോർമോൺ, അതുപോലെ തന്നെ ഹാപ്പി ഹോർമോൺ ഒക്കെ. അപ്പൊ നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് നമ്മളെ ഹാപ്പി ആക്കുന്ന ഹോർമോൺ എന്നുള്ള രീതിയിലാണ്. യഥാർത്ഥത്തിൽ അത് ചെറിയൊരു കറക്ഷൻ ഉണ്ട്. ഡോപ്പമൈൻ എന്ന് പറയുന്നത് നമുക്ക് സന്തോഷം തരുന്ന ഹോർമോൺ എന്ന് പറയുന്നത് അത്ര കറക്റ്റ് ആവില്ല. കാരണം ഇത് യഥാർത്ഥത്തിൽ ഇതൊരു സീക്കിങ് ഉണ്ടാക്കുന്ന ഹോർമോണാണ്. നമ്മുടെ ബ്രെയിനില് സീക്കിങ്, അതായത് നമുക്കൊരു എന്തെങ്കിലും ഒരു നമുക്ക് പ്ലഷർ ഉള്ള ഒരു സാധനം, നമുക്ക് സന്തോഷമുള്ള, നമുക്ക് താല്പര്യമുള്ള ഒരു സാധനം നമ്മൾ അനുഭവിക്കുമ്പോൾ വീണ്ടും വീണ്ടും അത് കിട്ടണം എന്നുള്ള ഒരു സീക്കിങ് ഉണ്ടാക്കുന്ന ഒരു ഹോർമോണാണ് യഥാർത്ഥത്തിൽ ഡോപ്പമൈൻ എന്നുള്ളത്. അത് നമ്മുടെ വീണ്ടും അതിലേക്ക് നമ്മൾ ബ്രെയിനിനെ അത് പുഷ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ റീൽസ് കാണുമ്പോൾ നമുക്ക് അതിന്റെ ഒരു പ്ലഷർ കിട്ടുകയാണ്, അതൊരു റിലാക്സേഷൻ കിട്ടുകയാണ്. അപ്പൊ അത് താൽക്കാലികമായ ഒരു പ്ലഷർ കിട്ടുമ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ ബ്രെയിൻ എപ്പോഴും ചൂസ് ചെയ്യുക പെട്ടെന്ന്. പിന്നെ നമ്മുടെ ബ്രെയിൻ വളരെ മടിയനാണ്, പെട്ടെന്ന് താല്പര്യം കിട്ടുക, പെട്ടെന്ന് ഇത് കിട്ടുക, ഒരു ഓവർ എഫേർട്ട് എടുക്കുക, അത്തരം കാര്യങ്ങളൊന്നും നമ്മുടെ ബ്രെയിനിന് ഇഷ്ടമല്ല. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ചെറിയ നമ്മളൊരു ഫാസ്റ്റ് ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ഹാപ്പിനെസ് കിട്ടണം, റീൽസ് കാണുമ്പോൾ ചെറിയൊരു ഹാപ്പിനെസ് കിട്ടുന്നു, അല്ലെങ്കിൽ വെറുതെ ഇരുന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് ചെറിയൊരു റിലാക്സേഷൻ കിട്ടുന്നു. അപ്പൊ ഇത്തരം ഇത് കിട്ടുന്ന സമയത്ത് വീണ്ടും വീണ്ടും അത് തന്നെ ചെയ്യിപ്പിക്കാൻ, നമ്മൾ ചെയ്യിപ്പിക്കാനുള്ള ഒരു ത്വര ഉണ്ടാക്കുന്ന, നമ്മൾ അതിലേക്ക് പുഷ് ചെയ്യുന്ന ഒരു സീക്കിംഗ് ഹോർമോൺ ആണ് യഥാർത്ഥത്തിൽ ഈ ഡോപ്പമൈൻ എന്നുള്ളത്. അപ്പൊ ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാല് നമുക്ക് താൽക്കാലികമായിട്ടുള്ള എന്താണോ നമുക്ക് സന്തോഷം കിട്ടുന്നത്, നമ്മൾ വീണ്ടും വീണ്ടും അതിലേക്ക് തന്നെ നമ്മൾ അറിയാതെ നമ്മൾ അഡിക്റ്റ് ചെയ്യും എന്നുള്ളതാണ് ഈ ഡോപ്പമൈന്റെ ഒരു വലിയൊരു ഒരു ബാഡ് ആയിട്ടുള്ള ഒരു വശം എന്നുള്ളത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തു, ഒരാൾ ലൈക്ക് കിട്ടി. ഒരാൾ ലൈക്ക് തരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്കൊരു ഹാപ്പിനെസ് അവിടെ വരും. അപ്പൊ നമ്മൾ വീണ്ടും വീണ്ടും ആ ലൈക്ക് കിട്ടാനുള്ള ഒരു സീക്ക് നമുക്ക് ഉണ്ടാവും. നമ്മൾ ഇടയിൽ നമ്മൾ അതെങ്ങനെ എടുത്തു നോക്കും, എത്ര ലൈക്കായി, എത്ര വ്യൂസ് ആയി. അപ്പൊ ഓരോ ലൈക്കിലും ഓരോ വ്യൂസിലും നമുക്കൊരു ഹാപ്പിനെസ് കിട്ടും. വീണ്ടും വീണ്ടും അത് ലൈക്ക് കിട്ടാനും അതിന് വേണ്ടിയിട്ട് നമുക്കുള്ള ഒരു ടെൻഡൻസി വന്നുകൊണ്ടേയിരിക്കും. അതാണ് ശരിക്കും ഡോപ്പമൈൻ ചെയ്യുന്ന പ്രവൃത്തി എന്നുള്ളത്. നമുക്ക് ഓരോ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അത് എന്തായിരിക്കും ആ ഒരു ഇതുണ്ടല്ലോ, നമ്മുടെ ആ ഒരു ഫീലിംഗ്, അതാണ് നമ്മുടെ ശരിക്കും ഡോപ്പമൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഡോപ്പമൈൻ ഓവറായിട്ട് അനാവശ്യമായി ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ഡോപ്പമൈൻ സ്പൈക്ക് വരുമ്പോൾ, റീൽസ് കണ്ടുകൊണ്ടേയിരിക്കുമ്പോൾ ഓരോ റീൽസിനും ഡോപ്പമൈൻ സ്പൈക്ക് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്ന സമയത്തൊക്കെ ഡോപ്പമൈൻ സ്പൈക്ക് ചെയ്യുന്നു. അത്തരം കാര്യങ്ങളിലൊക്കെ ഡോപ്പമൈൻ സ്പൈക്ക് ചെയ്യുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്, നമ്മൾ വളരെ പോസിറ്റീവായിട്ടാണ് ഡോപ്പമൈൻ കണ്ടിട്ടുള്ളത്, പക്ഷെ യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങളിൽ ഡോപ്പമൈൻ സ്പൈക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഫോക്കസ് കുറയും, നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആവും, നമ്മൾ ബ്രെയിൻ ഓവർ സ്റ്റിമുലേറ്റഡ് ആവും, നമുക്ക് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ക്ഷമ കുറയും, നമ്മുടെ മെമ്മറി വീക്ക് ആവും, പിന്നെ നമ്മുടെ മോട്ടിവേഷൻ കുറയും. അതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള നോർമൽ ലൈഫ് നമുക്ക് പിന്നെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ നമുക്ക് തോന്നുന്ന പ്രവൃത്തികളൊക്കെ ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. നമുക്ക് എപ്പോഴും ഈ റീൽസ് കണ്ടിരിക്കാനേ തോന്നുന്ന ആ ഒരു സിറ്റുവേഷനിലേക്ക്, അത്രയും മാരകമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് ഈ ഡോപ്പമൈൻ സ്പൈക്ക് നമ്മൾ കൊണ്ടെത്തിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ചില മക്കളൊക്കെ നല്ല പഠിക്കുന്ന കുട്ടികളായിരിക്കും. എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ അവർക്ക് മൊബൈൽ വാങ്ങിക്കൊടുക്കേണ്ടി വന്നിട്ടുണ്ടാകും. അവരത് പിന്നെ വീണ്ടും പഠിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ അവർക്ക് റീൽസ് കാണുന്നതിലായിരിക്കും ഡോപ്പമൈൻ സ്പൈക്ക് കൂടിയിട്ടുണ്ടാവുക.
അപ്പൊ സ്വാഭാവികമായിട്ടും വീണ്ടും വീണ്ടും റീൽസോ അല്ലെങ്കിൽ യൂട്യൂബ് മൊബൈൽ കാണാനോ അതുപോലെ തന്നെ ഗെയിം കളിക്കാനൊക്കെ അവർക്ക് പഠിക്കുന്നതിനേക്കാൾ ഡോപ്പമൈൻ സ്പൈക്ക് ഇതിലേ വരും. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിലേക്ക് അഡിക്റ്റഡ് ആവും. ബാക്കിയുള്ള പഠനം എന്നുള്ളത് അവർക്ക് ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യും, അവർക്ക് താല്പര്യമുള്ളതായിട്ട് ഫീൽ ചെയ്യും. ഒരു 6 മാസം കഴിയുമ്പോൾ അവരുടെ പഠനം മോശമായിട്ടുണ്ടാവും, അവരുടെ കോൺസെൻട്രേഷൻ പോയിട്ടുണ്ടാകും, അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന സിറ്റുവേഷനിലേക്ക് വന്നിട്ടുണ്ടാവും, കോൺഫിഡൻസ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, സ്ലീപ്പ് ഡിസ്റ്റർബൻസ് വരുന്നുണ്ടാകും. സത്യം പറഞ്ഞാൽ അതിലൂടെ അവരുടെ ബ്രെയിൻ മെല്ലെ മെല്ലെ ഡാമേജ് ആയിക്കൊണ്ടിരിക്കും. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ഇതിനൊക്കെ കാരണം ഈ ഡോപ്പമൈൻ സ്പൈക്കാണ്. അപ്പോ നമ്മുടെ ഇന്നത്തെ ലൈഫിൽ ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അറ്റൻഷൻ ഡിസ്ട്രക്ഷൻ ആണ്. നമ്മുടെ അറ്റൻഷൻ ഡിസ്ട്രക്ഷൻ ആണ്. ഇത് ഈ നമ്മുടെ എല്ലാ കോർപ്പറേറ്റ് കമ്പനികൾക്കും, ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, അതേമാതിരി തന്നെ ഫുഡ് കമ്പനികളായിക്കോട്ടെ, റെസ്റ്റോറന്റ് ആയിക്കോട്ടെ, ഇവർക്കൊക്കെ ഇത് അറിയാം. അപ്പോൾ എങ്ങനെ വളരെ ഷോർട്ട് ടൈമിൽ നമ്മുടെ ഡോപ്പമൈൻ എങ്ങനെ ഡോപ്പമൈൻ സ്പൈക്ക് ആളുകളിൽ ഉണ്ടാക്കാം എന്നുള്ളത് ശരിക്കും അവർ ഗവേഷണം ചെയ്യുന്നുണ്ട്, അവരിതിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അറിയാതെ നമ്മുടെ ഈ ഒരു ഡോപ്പമൈൻ സ്പൈക്ക് കൂട്ടുന്നതാണ് യഥാർത്ഥത്തിൽ അവർ ചെയ്യുന്നത്. നമ്മുടെ അറ്റൻഷൻ അവരിലേക്ക് കൊണ്ടുപോവുക, നമുക്ക് വീണ്ടും വീണ്ടും അവരുടെ പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, ആ കാര്യമായിക്കോട്ടെ, വീണ്ടും അതിലേക്ക് എൻഗേജ് ചെയ്യിപ്പിക്കുക. ഈ ഒരു സൈക്കോളജി തന്ത്രമായിട്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അവർ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് കൂടി ഓർക്കുക. അപ്പൊ നമുക്കിനി എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് ഡോപ്പമൈൻ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഡോപ്പമൈൻ സ്പൈക്ക് വരും. ഈ സ്പൈക്കിലൂടെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നോർമൽ ലൈഫിനോട് ബോറിംഗ് ഫീൽ ചെയ്യും. അപ്പൊ നമുക്ക് എന്താണ് എങ്ങനെ നമുക്ക് ഇതിനെ ഡീടോക്സിഫൈ ചെയ്യാം? ഈ കാര്യം എന്തായാലും നമുക്ക് നല്ലതല്ല എന്നൊക്കെ എല്ലാവർക്കും ഒറ്റ ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഈ ഡോപ്പമൈൻ നമ്മൾ തലച്ചോറിൽ നടക്കുന്ന ഒരു രാസപ്രവർത്തനത്തിന്റെ പരമായിട്ടുണ്ടാകും. നമുക്ക് വേറൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ഡോപ്പമൈനെ നല്ല രീതിയിൽ നമുക്ക് ഇതിനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഞങ്ങളോട് ചോദിക്കുന്നത്. അതാണ് ഡോപ്പമൈൻ ഡീടോക്സിഫിക്കേഷൻ എന്ന് പറയുന്നത്. അത് നമുക്ക് ഡോപ്പമൈൻ ഒരിക്കലും നമുക്ക് ഇല്ലാതാക്കാനോ നശിപ്പിക്കാനോ സാധിക്കില്ല. അത് നമുക്ക് ഡീടോക്സിഫൈ ചെയ്യാൻ പറ്റും. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, റീൽസ് കാണുന്നതിലാണ് നമ്മൾ കൂടുതലായിട്ട് നമുക്ക് ഒരു ഡോപ്പമൈൻ സ്പൈക്ക് കൂടും. അപ്പൊ നമ്മൾ ഡോപ്പമൈൻ സ്പൈക്ക് കൂടുന്ന കാര്യങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കണം. ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നതിലാണ് നമുക്ക് ഡോപ്പമൈൻ സ്പൈക്ക് വരുന്നതെങ്കിൽ നമ്മൾ ഫാസ്റ്റ് ഫുഡ് കഴിച്ചുകൊണ്ടേയിരിക്കും. അവർ ഒബിസിറ്റി വരും, ഓവർ വെയിറ്റ് വരും, ഇത്തരം പ്രശ്നങ്ങളൊക്കെ വരും, മറ്റു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. ആ ഡോപ്പമൈൻ സ്പൈക്കിനേക്കാൾ കൂടുതൽ നമുക്ക് രാവിലെ വർക്കൗട്ട് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ ജിമ്മിൽ പോകുമ്പോഴാണ്, അല്ലെങ്കിൽ യോഗ ചെയ്യുമ്പോഴാണ് നമുക്ക് ഡോപ്പമൈൻ സ്പൈക്ക് വരേണ്ടത്. ആ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ബ്രെയിനിനെ ട്രെയിൻ ചെയ്യണം എന്നുള്ളതാണ്. അത് മറ്റത് ഈസി ഉള്ള കാര്യം, ഇത് കുറച്ച് ഡിഫിക്കൽട്ട് ഉള്ള കാര്യം, മറ്റേത് വളരെ ഷോർട്ട് ടൈമും ഇത് കുറച്ച് ലോങ് ടേമും ആയതുകൊണ്ട് ബ്രെയിൻ എപ്പോഴും ചൂസ് ചെയ്യുക വളരെ ഷോർട്ട് ടൈം ആയിട്ടുള്ള, വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ്. ആ ഒരു കാര്യത്തിൽ നിന്ന് ഈ ഒരു നിലയിലേക്ക് നമ്മുടെ ബ്രെയിനിനെ നമ്മൾ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. നമ്മൾ ആദ്യമൊക്കെ ജിമ്മിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി ഫീൽ ചെയ്യുക, വളരെ കഷ്ടപ്പെട്ട് മനസ്സില്ലാതെയായിരിക്കും നമ്മൾ പോകുക. ആ സമയത്ത് ഒരിക്കലും നമ്മൾ ഡോപ്പമൈൻ സെക്രീറ്റ് ചെയ്യുക, ഡോപ്പമൈൻ സ്പൈക്ക് അവിടെ വരുന്നില്ല. അത് മെല്ലെ മെല്ലെ നമ്മൾ സ്ഥിരമായി അവിടെ നമ്മൾ കൺട്രോൾ ചെയ്ത്, ബ്രെയിനിനെ കൺട്രോൾ ചെയ്ത് നമ്മൾ വീണ്ടും അത് ചെയ്ത് അതൊരു ഹാബിറ്റായിട്ട് മാറും. അതൊരു ഹാബിറ്റായിട്ട് മാറുന്ന സമയത്ത് നമുക്ക് ആ വർക്കൗട്ട് ചെയ്യുന്നത്, ഒരു എക്സാമ്പിൾ പറയാണ്, വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ശരീരത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും. നമ്മുടെ വെയിറ്റ് കുറഞ്ഞു വരും. നമുക്ക് ബാക്കിയുള്ള ഒരുപാട് വർക്കൗട്ട് കൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റുകളൊക്കെ നമ്മുടെ ലൈഫിൽ വരുന്ന സമയത്ത് നമുക്ക് മെല്ലെ മെല്ലെ നമ്മുടെ ഡോപ്പമൈൻ സ്പൈക്ക് വരാൻ തുടങ്ങും, ഡോപ്പമൈൻ സെക്രീഷൻ കൂടാൻ തുടങ്ങും. പിന്നെ ആ ഒരു സ്റ്റേജ് മാറിക്കഴിഞ്ഞാൽ പിന്നെ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത്, ജിമ്മിൽ പോവുക എന്നുള്ളത് നമുക്ക് ഒരു ഭയങ്കര പ്ലഷർ ഉള്ള, ഭയങ്കര നമുക്ക് ഇത് കിട്ടുന്ന ഒരു ആനന്ദം കിട്ടുന്ന ഒരു കാര്യമായി മാറുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തിക്കണം. ഒരു ദിവസം വർക്കൗട്ടിന് പോയിട്ടില്ലെങ്കിൽ വളരെ
വിഷമമാകുന്ന രീതിയിൽ അതൊരു നമ്മുടെ ലൈഫിന്റെ ഒരു ഭാഗമായി മാറി അത് നമുക്കൊരു വർക്കൗട്ട് ചെയ്താലേ സമാധാനം കിട്ടുള്ളൂ എന്ന ലെവലിലേക്ക് എത്തുമ്പോൾ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡോപ്പമൈൻ സ്പൈക്ക് വരും. പിന്നെ വീണ്ടും വീണ്ടും നമുക്കത് വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് വരും. അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറും. അപ്പോൾ ഈ ഒരു ട്രാൻസിഷൻ പീരീഡ് ഉണ്ടല്ലോ, അപ്പോൾ അതിനെ നമ്മൾ ബ്രെയിനിനെ ആ ഒരു രീതിയിലേക്ക് നമ്മുടെ ബ്രെയിനിനെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഡോപ്പമൈൻ ഡിറ്റോക്സ്. ഇത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ പറഞ്ഞു പോകുന്നത് പോലെ അത്ര ഈസി അല്ല. കാരണം ആദ്യം അത് കാരണം വളരെ സിമ്പിൾ ആയിട്ട് വളരെ ഷോർട്ട് ടൈം ആയിട്ട് പ്ലഷർ കിട്ടുന്ന ഒരു കാര്യത്തിൽ നിന്ന് ഒരു ലോങ് ടൈമിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ബ്രെയിനിന് ആ ലെവലിലേക്ക് ട്രെയിൻ ചെയ്ത് വരുമ്പോൾ ആ ഒരു ട്രാൻസിഷൻ പീരീഡ് വളരെ ഡിഫിക്കൽട്ടാണ്. എപ്പോൾ വേണമെങ്കിലും നമുക്കത് ഡ്രോപ്പ് ചെയ്യാൻ ടെൻഡൻസി ഉണ്ടാകും. ആദ്യ കാലങ്ങളിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ ആ ഒരു ഫേസ് നമ്മൾ തരണം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡോപ്പമൈൻ സെക്രീഷന്റെ പിന്നെ നമ്മൾ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നതിനേക്കാളുള്ള ഒരു ഡോപ്പമൈൻ സ്പൈക്ക് നമുക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ കിട്ടും. വീണ്ടും വീണ്ടും നമുക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറും. അതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അതുകൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഈ റീൽസ് കാണും. എക്സാമ്പിൾ നമ്മൾ എക്സസൈസിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. അതുപോലെ തന്നെ റീൽസ് കാണുമ്പോൾ ഉള്ളതിനേക്കാൾ ഡോപ്പമൈൻ സ്പൈക്ക് പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ ആക്കിയെടുക്കണം. നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അതിന് നല്ല നല്ല മോട്ടിവേഷൻ കിട്ടി തുടങ്ങുമ്പോൾ നമുക്ക് ആ പുസ്തകങ്ങൾ വായിക്കുന്ന സമയത്ത് ഭയങ്കര ഒരു ഡോപ്പമൈൻ സ്പൈക്ക് വരും. തുടക്കത്തിലേക്ക് ചിലപ്പോൾ നമുക്കൊരു ഒരു ബോർ ഫീൽ വന്നാലും അത് നമ്മൾ മൈൻഡിനെ അവിടെ കൺട്രോൾ ചെയ്ത് നമ്മൾ വീണ്ടും വീണ്ടും അത് തന്നെ ചെയ്ത് ഒരു ഹാബിറ്റായി മാറുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു സ്പൈക്ക് വരും. അതുപോലെ തന്നെ ഹെൽത്തി ഫുഡ്, ജങ്ക് ഫുഡ്സിന് പകരം ഹെൽത്തി ഫുഡ് കഴിക്കുമ്പോൾ ഉള്ള ഒരു സ്പൈക്കിലേക്ക് വരിക. അതുപോലെ തന്നെ പല ചെറുപ്പക്കാരിലേക്ക് സംഭവിക്കുന്നതാണ് പോൺ വീഡിയോ വാച്ചിങ്. 50% ആളുകളും പോൺസ് വീഡിയോ വാച്ച് ചെയ്യുന്ന അത് കാണും. അത് ആ താൽക്കാലികമായിട്ടുള്ള ഒരു ഡോപ്പമൈൻ സ്പൈക്ക് അവിടെ വരിക. അപ്പൊ അത് മാറി അതിന് പകരം വേറെ നല്ല നല്ല റിലേഷൻഷിപ്പിലും നല്ല നല്ല കാര്യത്തിലും നമുക്ക് ഡോപ്പമൈൻ സ്പൈക്ക് നമ്മൾ കൂട്ടുക. അപ്പൊ ഇത്തരം ഇപ്പൊ നമ്മൾ വെറുതെ സ്ക്രോൾ ചെയ്ത് നമ്മൾ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, പുതിയ പുതിയ സ്കില്ല് പഠിക്കുക. അപ്പൊ ഇത് നമ്മൾ വളരെ ബോധപൂർവം തന്നെ നമ്മുടെ ഡോപ്പമൈൻ സ്പൈക്ക് കാരണമാണ് ഇത് നമുക്ക് ഈ പോക്ക് നല്ലതല്ല. നമ്മൾ തന്നെ ബോധപൂർവം നമ്മൾ ഇതിനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഡോപ്പമൈൻ ഡീടോക്സിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം വീണ്ടും ശ്രദ്ധിക്കുക, നമ്മുടെ ബ്രെയിൻ എപ്പോഴും വളരെ ഷോർട്ട് ടൈം ആയിട്ടുള്ള പ്ലഷറും വളരെ എഫേർട്ട് എടുക്കാതെ വളരെ പെട്ടെന്ന് കിട്ടുന്ന പ്ലഷറുമാണ് ബ്രെയിൻ ഏറ്റവും താല്പര്യം. അത് മാറ്റിയെടുക്കുക എന്നുള്ളത്, ആ ട്രെയിനിങ് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ അത് മാറിക്കഴിഞ്ഞാൽ പിന്നെ ബ്രെയിൻ അതിനോട് അഡാപ്റ്റ് ആവും. നമുക്കത് നല്ല പ്ലഷർ ഉണ്ടാക്കുന്ന ഡോപ്പമൈൻ സ്പൈക്ക് വരുന്ന കാര്യമായിട്ട് മാറും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ നമ്മൾ നോർമൽ ഡോപ്പമൈൻ കൂടിക്കഴിഞ്ഞാലും നേരത്തെ കേസിൽ ഡോപ്പമൈൻ സ്പൈക്ക് വരുന്നു, പക്ഷെ നമ്മുടെ ലൈഫ് ഡിസ്ട്രാക്റ്റഡ് ആവുന്നു. പക്ഷെ ഇത്തരം നമ്മൾ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ഡോപ്പമൈൻ സ്പൈക്ക് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ നോർമൽ ലൈഫിന്റെ സാറ്റിസ്ഫാക്ഷൻ കൂടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഡോപ്പമൈൻ ഇംബാലൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾ മനസ്സിൽ ആൻസർ പറഞ്ഞാൽ മതി, നമുക്ക് സമയമില്ല. പിന്നെ ഒരു കാര്യം 20 മിനിറ്റ് തുടർന്ന് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ നിങ്ങൾക്കുണ്ടോ? യെസ് ഓർ നോ നിങ്ങളുടെ മനസ്സിൽ ചിന്തിച്ചാൽ മതി. എപ്പോഴും ഫോൺ ചെക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? യെസ് ഓർ നോ. എപ്പോഴും ഫോൺ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ ഇങ്ങനെ ഫോൺ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക, പെട്ടെന്ന് ബോറടിക്കുക, ആരും സംസാരിക്കാനോ അല്ലെങ്കിൽ ഫോണോ കയ്യിലില്ലെങ്കിൽ ഭയങ്കര ബോറടി ഫീൽ ചെയ്യുക, അങ്ങനെ തോന്നുന്നുണ്ടോ? ഒരു നമ്മുടെ ലോ മോട്ടിവേഷൻ, നമുക്ക് ഒരു മോട്ടിവേഷൻ കുറഞ്ഞതുപോലെ ഫീൽ ചെയ്യുന്നുണ്ടോ? ഓവറായിട്ട് നിങ്ങൾ ഓവർ തിങ്കിങ്, ഓരോ കാര്യത്തിനെ കുറിച്ച് ഓവറായിട്ട് അമിതമായിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? ഉറക്കത്തിന് പ്രശ്നമുണ്ടോ? അതുപോലെ തന്നെ എപ്പോഴും ഒരു മെന്റൽ ടയർനെസ് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇതിൽ ഏറ്റവും കൂടുതൽ യെസ് ആയിരിക്കും നിങ്ങൾക്ക് ആൻസർ ഉണ്ടാവുക. ഏറ്റവും കൂടുതൽ യെസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ ഓവർ സ്റ്റിമുലേറ്റഡ് ആണ് എന്നുള്ളതാണ്. നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു മൊത്തത്തിൽ നിങ്ങൾ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഇപ്പോഴുള്ള ഡോപ്പമൈൻ സ്പൈക്ക് എങ്ങനെയൊക്കെയാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഡോപ്പമൈൻ ഡീടോക്സിഫിക്കേഷൻ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യണം.
ഇത് നമുക്ക് ഒരു പ്രാക്ടിക്കലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്കത് വൈൻഡ് അപ്പ് ചെയ്യാം. കേൾക്കുന്നുണ്ടോ അല്ലേ? ഓഡിയോന്റെ പ്രശ്നമുണ്ടോ? ഇല്ല സർ, കേൾക്കുന്നുണ്ട്. ഓക്കെ. നമുക്ക് ഈ ഡോപ്പമൈൻ ഡീടോക്സിഫൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ നാളെ മുതൽ നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു രാവിലെ എണീക്കുന്ന ആ ഒരു സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. ആ ഒരു സമയത്ത് രാവിലത്തെ ഒരു 1 അവർ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. രാവിലെ ഒരു 1 അവർ റീൽസ് കാണില്ല എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാം, മൊബൈൽ ഫോൺ ഉപയോഗിക്കില്ല എന്നുള്ളത് നമ്മൾ മൊബൈൽ ഫോണിനോട് നോ പറയാം, റീൽസിനോട് നോ പറയാം. അതേപോലെ തന്നെ ന്യൂസിനോട് നോ പറയാം. ന്യൂസ് എന്നുള്ളത് നമ്മൾ വളരെ ചില ആളുകളൊക്കെ വളരെ പോസിറ്റീവായിട്ട് ചെയ്യുന്ന കാര്യമായിരിക്കും. രാവിലെ എണീറ്റ് ഉടനെ പത്രം വായിക്കണം, പത്രം വായിച്ചിട്ടില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ. പക്ഷെ വളരെ നെഗറ്റീവ് ആയിട്ടുള്ള എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ വളരെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് രാവിലെ എണീറ്റ് ഉടനെ പത്രം വായിക്കുക, ന്യൂസ് കേൾക്കുക എന്നുള്ളത്. കാരണം അത് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വരും. നമുക്ക് ഒരുപാട് അനാവശ്യമായിട്ടുള്ള ഡോപ്പമൈൻ സ്പൈക്കും നമ്മൾ ഓവർ സ്റ്റിമുലേറ്റഡ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ രാവിലെ എണീറ്റ് 1 മണിക്കൂറിന്റെ ഇടയിൽ ന്യൂസ് കാണാതിരിക്കുക, നോട്ടിഫിക്കേഷൻസോ മറ്റോ നോക്കാതിരിക്കുക. അതിന് പകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രേയേഴ്സ് പ്രേയേഴ്സ് എന്തൊക്കെയാണ് അത് ചെയ്യാം. വെള്ളം കുടിക്കുക, എന്തെങ്കിലും രീതിയിൽ വർക്കൗട്ട് ചെയ്യുക, ഫോണൊന്നും കയ്യിൽ വെക്കാതെ വർക്കൗട്ട് ചെയ്യുക, നമ്മുടെ അന്നത്തെ ദിവസം പ്ലാൻ ചെയ്യുക, എന്തെങ്കിലും പുസ്തകങ്ങൾ കുറച്ച് വായിക്കുക. അപ്പൊ രാവിലത്തെ ഈ 1 മണിക്കൂർ ഇത്തരം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളോട് നോ പറഞ്ഞുകൊണ്ട് അതിന് പകരമായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എല്ലാ ദിവസവും ആരംഭിക്കാൻ നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഈ ഒരു ഡോപ്പമൈൻ ഓവർലോഡിന്റെ ഓവർ സ്റ്റിമുലേഷന്റെ പ്രശ്നങ്ങൾ കുറക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് ഡിജിറ്റൽ ഫാസ്റ്റിംഗ് എന്ന് പറയും. ഡിജിറ്റൽ ഫാസ്റ്റിംഗ്. അപ്പോൾ നമ്മൾ ഒരു ദിവസം മുഴുവനായിട്ട് ചിലപ്പോൾ ഫോണൊക്കെ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് സ്ഥലങ്ങളിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന സമയത്ത് ഫോൺ ഉപയോഗിക്കില്ല എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ആ ഒരു റൂൾസ് കൊണ്ടുവരാം. ബെഡ്റൂമിൽ എത്തിക്കഴിഞ്ഞാൽ ഫോൺ ഉപയോഗിക്കില്ല എന്നുള്ളത് നമുക്കൊരു റൂൾസ് കൊണ്ടുവരാം. പ്രയർ ടൈമിൽ ഫോൺ ഉപയോഗിക്കില്ല എന്ന റൂൾസ് കൊണ്ടുവരാം. കുട്ടികൾക്കൊക്കെ സ്റ്റഡി ടൈമിൽ ഫോൺ ഉപയോഗിക്കില്ല, അല്ലെങ്കിൽ നമ്മൾ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് ഫോൺ ഉപയോഗിക്കില്ല എന്നുള്ളത്. അപ്പൊ ഇത്തരം മുഴുവനായിട്ട് ഫോൺ ഉപയോഗിക്കാതെ ഒരു ഫോൺ ഫ്രീ സോൺസ് ക്രിയേറ്റ് ചെയ്യുക. അത് നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. അത് നമ്മളെ ഈ ഡോപ്പമൈൻ അനാവശ്യമായ ഡോപ്പമൈൻ സ്പൈക്ക് ഒഴിവാക്കി ഈ ഒരു ഡോപ്പമൈൻ ഡീടോക്സിഫിക്കേഷൻ ചെയ്യുന്നതിനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്കത് മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നുള്ളത്. അങ്ങനെ ഓരോ ദിവസവും നമുക്ക് എന്ത് ചെയ്യാം, ഒരു ദിവസം നമ്മൾ വിചാരിക്കുക ഇന്ന് ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ ഫോൺ ഉപയോഗിക്കില്ല, ഇന്ന് ഞാൻ ഉറങ്ങുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് ഫോൺ ഉപയോഗിക്കില്ല, അല്ലെങ്കിൽ ഒരു 1 അവർ ഞാൻ എൻ്റെ ഫോൺ ഏത് വേണം ചെയ്യാൻ. എക്സാമ്പിൾ പറയാം, 1 അവർ ഇന്ന് ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ ഒരു 1 അവർ ഞാൻ ഫോൺ സൈലന്റ് മോഡിൽ വെക്കും, നോട്ടിഫിക്കേഷൻ ഓഫ് അല്ലെങ്കിൽ ഫോൺ ഓഫ് ചെയ്ത് വെക്കും. ഇങ്ങനെയൊക്കെ ചെയ്ത് ഇതൊക്കെ പ്രാക്ടീസാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ ചെറിയ ചെറിയ ആക്ടിവിറ്റി ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു മാക്സിമം നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് ഇങ്ങനെ പ്രശ്നം വരാൻ സാധിക്കും. നമ്മുടെ ഗൂഗിൾ സിഇഒ നമുക്കറിയാം, അവര് എപ്പോഴും ഒരേ ഡ്രസ്സാണ് ഇടുക. നമുക്കെല്ലാം അറിയുന്നതായിരിക്കും. ഒരു വൈറ്റ് ടീഷർട്ടും ഒരു കോട്ടിട്ടാണ് നടക്കുക. അദ്ദേഹത്തിനോട് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് അത് ഞാനിത് ഇടുന്നത് എൻ്റെ ഒരു ദിവസത്തിൽ രാവിലെ എണീറ്റിട്ട് ഏത് ഡ്രസ്സ് ധരിക്കണം, അത്തരം കാര്യങ്ങളിലൊക്കെ ചിന്തിച്ച് എനിക്ക് സമയം കളയാനില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ആ ഒരു സമയം എനിക്ക് പുതിയ പുതിയ ടെക്നോളജി, പുതിയ പുതിയ കാര്യങ്ങൾ ചിന്തിക്കണം. അപ്പൊ ഈ ഒരു സമയത്ത് ഏത് ഡ്രസ്സ് ഇടണം, അതിടണോ, ഏത് കളർ ഇടണം, അതിനും ചിന്തിക്കാൻ എനിക്ക് സമയമില്ല, താല്പര്യമില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ രാവിലെ എണീറ്റ് അത് സത്യം പറഞ്ഞാൽ ഈ ഒരു ഡോപ്പമൈൻ ഡീടോക്സിഫിക്കേഷൻ അവിടെ നടക്കുന്നത്. അദ്ദേഹം രാവിലെ എണീറ്റ് ഓരോ പുതിയ പുതിയ ഡ്രസ്സ്, പുതിയ പല മോഡൽ ഡ്രസ്സ് ഇടുന്നതിൽ നമുക്കൊരു ഡോപ്പമൈൻ സ്പൈക്ക് വരുന്നുണ്ട്. അത് അദ്ദേഹം അവിടെ കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരേ ഡ്രസ്സ് ഇടുമ്പോൾ ആ ഒരു ഡോപ്പമൈൻ സ്പൈക്ക് രാവിലെ എണീറ്റിട്ട് ആ ഒരു സമയത്തുള്ള ഡോപ്പമൈൻ സ്പൈക്ക് അനാവശ്യമായിട്ടുള്ള ടെമ്പററി ആയിട്ടുള്ള ഡോപ്പമൈൻ സ്പൈക്ക് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പൊ അതൊക്കെ ഇതിന് എക്സാമ്പിൾ. അപ്പൊ സക്സസ്ഫുൾ ആയിട്ടുള്ള പല ആളുകളുടെയും ജീവിത രീതികളൊക്കെ പഠിക്കുകയാണെങ്കിൽ ഇത്തരം ഒരുപാട് കൺട്രോൾ, സെൽഫ് ഡിസിപ്ലിൻ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമുക്ക് നമ്മുടെ സക്സസ് ആയി നമ്മൾ വളരെ സമാധാനത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല.
അപ്പോൾ ഇത്തരം ഡോപ്പമൈൻ സ്പൈക്ക് അത് പോസിറ്റീവായിട്ടും നമുക്ക് സംഭവിക്കും, നെഗറ്റീവായിട്ടും നമുക്ക് സംഭവിക്കും. അത് എങ്ങനെ നമ്മൾ അത് എന്ത് ചെയ്യാൻ പറ്റും, ലോങ് ടേമിൽ ബെനിഫിറ്റ് ഉണ്ടാവുന്ന രീതിയിൽ നമ്മൾ ഈ ഡോപ്പമൈൻ സ്പൈക്കിനെ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ വളരെ ഷോർട്ട് ടൈമിലേക്കും നമ്മൾ താൽക്കാലിക ആശ്വാസത്തിലേക്കുമാണ് നമ്മൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വളർച്ച ഉണ്ടാവില്ല, നമ്മുടെ ബ്രെയിൻ ഡിസ്ട്രാക്ട് ആവും, നമ്മൾ ഒരുപാട് സമയം വേസ്റ്റ് ആവും. പക്ഷെ ലോങ് ടൈമിൽ പ്രഷർ കിട്ടുന്ന രീതിയിലേക്ക് നമ്മുടെ ബ്രെയിനിനെ നമ്മൾ ട്രെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഡോപ്പമൈൻ സ്പൈക്ക് എന്നുള്ള വളരെ ഷോർട്ട് ടൈം ഡോപ്പമൈൻ സ്പൈക്ക് എന്നുള്ള ഇന്നത്തെ കോർപ്പറേറ്റ് യൂസ് ചെയ്യുന്ന ഇത് തന്ത്രം നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ അവരുടെ അടിമകളായിട്ട് മാറും, നമ്മൾ അറിയാതെ എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഈ അവസരം തന്നതിന് വീണ്ടും നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാനുള്ളത്, പിന്നെ രേഖ മാഡം പറഞ്ഞ തുടക്കത്തിൽ മെയ് 23 JCI Zone 21 മിഡ് ഇയർ കോൺഫറൻസ് ആണ് മഞ്ചേരിയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. പിന്നെ മഞ്ചേരി നമ്മളെ ചാപ്റ്ററാണ് നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്നത്. അതിന്റെ കോൺഫറൻസ് ഡയറക്ടറാണ് ഞാൻ. നിങ്ങളെല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുകയാണ്. അന്നത്തെ ദിവസം മഞ്ചേരി VP ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. പറ്റുന്ന ആളുകളൊക്കെ അന്നേ ദിവസം വന്ന് നമുക്ക് ആ ഒരു പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഡോക്ടർ, താങ്ക് യു. പറഞ്ഞ മിക്ക ദുശ്ശീലങ്ങളും നമുക്ക് എല്ലാവർക്കും ഉള്ളത് തന്നെയാണ് തോന്നുന്നു. ഈ റീൽസ് കാണുക, രാവിലെ എണീറ്റ ഫോൺ നോക്കുക, തോണ്ടിക്കൊണ്ടിരിക്കുക. നമ്മളിപ്പോ ഒരു ജോലി ചെയ്യാൻ ഒരു വാട്സാപ്പിൽ ഒരു RC വന്നിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വാട്സാപ്പിൽ നോക്കാൻ ഒരു ഇൻഫർമേഷൻ വന്നിട്ട് അത് നോക്കിക്കഴിഞ്ഞാൽ അതിന്ന് നേരെ നമ്മള് ഒന്നുകിൽ ഒരു ഇൻസ്റ്റയ്ക്ക് റീൽസ് കാണാൻ പോകും, അല്ലെങ്കിൽ ഫേസ്ബുക്കിലേക്ക് പോകും. അങ്ങനെ തന്നെയാണ് എല്ലാവരും. അങ്ങനെ അല്ലാത്ത കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ. എല്ലാവർക്കും ഒരുപാട് ടിപ്സ് പറഞ്ഞു. താങ്ക് യു സർ, താങ്ക് യു. ഇനി ഓപ്പൺ ഫോർമാറ്റ് ഫീഡ്ബാക്ക് ആണ്. അപ്പൊ വോട്ട് ഓഫ് താങ്ക്സിന് ഒന്ന് അബ്ദുൽ ഖാദർ സാർ ഒന്ന് സെറ്റ് ആവണേ, ഒന്ന് നോക്കി വെക്കാൻ കേട്ടോ. ഹലോ, സാർ ഫോൺ വെച്ചു. എന്തായാലും ഓപ്പൺ ഫോർമാറ്റ് ഫീഡ്ബാക്ക് പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ് ഹലോ. ഇന്നത്തെ സെഷൻ അടിപൊളിയായിരുന്നു. ഹലോ. കാരണം നമുക്ക് ആനുകാലിക പ്രസക്തമായിട്ടുള്ള ഒരു സെഷനായിരുന്നു സാർ എടുത്തിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാല് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയൊരു തിരിച്ചറിവാണ് ഇന്നത്തെ ഒരു സെഷൻ നൽകിയിട്ടുള്ളത്. കാരണം